പ്രിയ ശ്രോതാക്കളെ, കഥാമണ്ഡപം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൾസ് വേണിന്റെ വിഖ്യാത സാഹസിക നോവലായ 80 ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി എന്ന കൃതിയുടെ 2, 3, 4 അധ്യായവുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ആദ്യ അധ്യായം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യ അധ്യായം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം, കേട്ടുനോക്കൂ. ഫോഗ് ഫിലിയാസിന്റെയും പാസ്പാർട്ടൂവിന്റെയും സാഹസിക യാത്രയുടെ ഈ പുതിയ കേൾവി അനുഭവം ഒരുക്കിയിരിക്കുന്നത് AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് എന്ന സന്തോഷവാർത്തയും ഞങ്ങൾ അറിയിക്കട്ടെ. ഈ ലോകസഞ്ചാരത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക. നല്ല കേൾവിക്കായി ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സാഹസിക യാത്ര തുടങ്ങാം. അധ്യായം 2. പാസേപാർട്ടൗട്ട് തന്റെ സ്വപ്നത്തിലെ യജമാനനെ ഒടുവിൽ കണ്ടെത്തി എന്നുറപ്പിക്കുന്ന അധ്യായം. സത്യം, പാസേപാർട്ടൗട്ട് അല്പം പരിഭ്രമത്തോടെ പിറുപിറുത്തു. മാഡം തുസാഡിന്റെ അടുത്ത് എന്റെ പുതിയ യജമാനനെപ്പോലെ ജീവനുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാഡം തുസാഡിന്റെ ആളുകൾ മെഴുകുപ്രതിമകളാണ്. ലണ്ടനിൽ അരെ ഒരുപാട് ആളുകൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് മനുഷ്യരാകാൻ സംസാരം മാത്രമേ ആവശ്യമുള്ളൂ. മിസ്റ്റർ ഫോഗുമായുള്ള തന്റെ ചെറിയ അഭിമുഖത്തിനിടെ പാസേപാർട്ടൗട്ട് അദ്ദേഹത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിപ്പിച്ചു. നല്ല ഭംഗിയുള്ള മുഖവും ഉയരമുള്ള നല്ല ആകൃതിയുള്ള ശരീരവുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുടിയും മീശയും ഇളം നിറമുള്ളതായിരുന്നു. നെറ്റിച്ചുളിവുകളില്ലാതെ ഒതുങ്ങിയതായിരുന്നു. മുഖം അല്പം വിളറിയതായിരുന്നു. പല്ലുകൾ മനോഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ശരീരശാസ്ത്രജ്ഞർ പ്രവർത്തനത്തിലെ ശാന്തത എന്നു വിളിക്കുന്ന ഒരു ഗുണം ഏറ്റവും ഉയർന്ന അളവിലുണ്ടായിരുന്നു. അതായത് സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രത്യേകത. ശാന്തനും നിസ്സംഗനും തെളിഞ്ഞ കണ്ണുകളുമുള്ള മിസ്റ്റർ ഫോഗ് ആഞ്ചലിക്ക കൗഫ്മാൻ ക്യാൻവാസിൽ വളരെ വിദഗ്ധമായി ചിത്രീകരിച്ച ഇംഗ്ലീഷ് ശാന്തതയുടെ ഒരു മികച്ച മാതൃകയായി തോന്നി. അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കണ്ടപ്പോൾ ഒരു ലെറോൾ ക്രോണോമീറ്റർ പോലെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്ന തികച്ചും സന്തുലിതമായ ഒരു വ്യക്തിയാണെന്ന് തോന്നി. ഫിലിയാസ് ഫോഗ് യഥാർത്ഥത്തിൽ കൃത്യതയുടെ ആൾരൂപമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ ഭാവങ്ങളിൽ പോലും പ്രകടമായിരുന്നു. കാരണം മനുഷ്യരിലും മൃഗങ്ങളിലും അവയവങ്ങൾ തന്നെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം അത്രയ്ക്ക് കൃത്യതയുള്ള ആളായിരുന്നതുകൊണ്ട് ഒരിക്കലും തിരക്കിലായിരുന്നില്ല. എപ്പോഴും തയ്യാറായിരുന്നു. തന്റെ ചുവടുകളിലും ചലനങ്ങളിലും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഒരു ചുവട് പോലും അധികം വെച്ചില്ല. എപ്പോഴും ഏറ്റവും അടുത്ത വഴിയിലൂടെ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അദ്ദേഹം അനാവശ്യമായ ആംഗ്യങ്ങൾ കാണിച്ചില്ല. ഒരിക്കലും വികാരഭരിതനോ അസ്വസ്ഥനോ ആയി കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ആലോചിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും കൃത്യസമയത്ത് തന്റെ ലക്ഷ്യസ്ഥാനത്ത് എപ്പോഴും എത്തിച്ചേർന്നു. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. എല്ലാ സാമൂഹിക ബന്ധങ്ങൾക്കും പുറത്തായിരുന്നു, അങ്ങനെ പറയാം. ഈ ലോകത്ത് സംഘർഷങ്ങളുണ്ടാകുമെന്നും അവ കാര്യങ്ങൾ വൈകിപ്പിക്കുമെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെട്ടില്ല. പാസേപാർട്ടൗട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാരീസിലെ ഒരു യഥാർത്ഥ പാരീസുകാരനായിരുന്നു. തന്റെ രാജ്യം ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിൽ ഒരു വേലക്കാരനായി ജോലിക്ക് ചേർന്നതിനുശേഷം തന്റെ ഇഷ്ടത്തിനൊത്ത ഒരു യജമാനനെ അദ്ദേഹം വെറുതെ അന്വേഷിക്കുകയായിരുന്നു. മോലിയർ ധൈര്യമുള്ള നോട്ടവും മൂക്ക് ഉയർത്തിപ്പിടിച്ചും ചിത്രീകരിച്ചിട്ടുള്ള ആ ധിക്കാരികളായ മണ്ടന്മാരിൽ ഒരാളായിരുന്നില്ല പാസേപാർട്ടൗട്ട്. അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. സന്തോഷമുള്ള മുഖം, അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചുണ്ടുകൾ, മൃദുലമായ പെരുമാറ്റം, സഹായമനസ്കത, ഒരു സുഹൃത്തിന്റെ തോളിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല ഉരുണ്ട തല എന്നിവ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നീലയായിരുന്നു. നിറം ചുവപ്പു കലർന്നതായിരുന്നു. ശരീരം അല്പം തടിച്ചതും നല്ല കെട്ടുറപ്പുള്ളതുമായിരുന്നു. പേശീബലമുള്ള ശരീരമായിരുന്നു. ചെറുപ്പകാലത്തെ വ്യായാമങ്ങളാൽ അദ്ദേഹത്തിന്റെ ശാരീരിക ശക്തി പൂർണ്ണമായി വികസിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തവിട്ടുനിറമുള്ള മുടി അല്പം അലങ്കോലമായിരുന്നു. കാരണം പുരാതന ശില്പികൾക്ക് മിനർവയുടെ മുടി ഒരുക്കാൻ 18 രീതികൾ അറിയാമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പാസേപാർട്ടൗട്ടിന് തന്റെ മുടി ഒരുക്കാൻ ഒരേയൊരു രീതി മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഒരു വലിയ പല്ലുള്ള ചീപ്പുകൊണ്ട് 3 തവണ ചീകുന്നത് അദ്ദേഹത്തിന്റെ കേശാലങ്കാരം പൂർത്തിയാക്കി. പാസേപാർട്ടൗട്ടിന്റെ ഊർജ്ജസ്വലമായ സ്വഭാവം മിസ്റ്റർ ഫോഗുമായി എങ്ങനെ യോജിക്കുമെന്ന് പ്രവചിക്കുന്നത് ധൃതിപ്പെട്ട ഒരു കാര്യമാകുമായിരുന്നു. പുതിയ വേലക്കാരൻ തന്റെ യജമാനൻ ആവശ്യപ്പെടുന്നത്രയും ചിട്ടയുള്ളവനാകുമോ എന്ന് പറയാൻ കഴിഞ്ഞില്ല. അനുഭവം മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം നൽകൂ. പാസേപാർട്ടൗട്ട് തന്റെ ചെറുപ്പകാലത്ത് ഒരു തരം അലഞ്ഞുതിരിയുന്ന ആളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിശ്രമം ആഗ്രഹിച്ചു. എന്നാൽ ഇതുവരെ അത് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 10 ഇംഗ്ലീഷ് വീടുകളിൽ അദ്ദേഹം ഇതിനകം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എന്നാൽ ഈ വീടുകളിലൊന്നും അദ്ദേഹത്തിന് വേരുറപ്പിക്കാൻ കഴിഞ്ഞില്ല. തന്റെ യജമാനന്മാർ എപ്പോഴും വിചിത്ര സ്വഭാവക്കാരും ചിട്ടയില്ലാത്തവരും നിരന്തരം രാജ്യമെമ്പാടും ഓടി നടക്കുന്നവരും അല്ലെങ്കിൽ സാഹസികത തേടി നടക്കുന്നവരുമാണെന്ന് അദ്ദേഹം സങ്കടത്തോടെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ അവസാനത്തെ യജമാനൻ, യുവ ലോർഡ് ലോങ്ഫറി, പാർലമെന്റ് അംഗം, ഹേമാർക്കറ്റ് മദ്യശാലകളിൽ രാത്രികൾ ചെലവഴിച്ചതിനുശേഷം പലപ്പോഴും രാവിലെ പോലീസുകാരുടെ തോളിൽ വീട്ടിലെത്തിക്കപ്പെട്ടിരുന്നു. താൻ സേവിച്ച മാന്യനെ ബഹുമാനിക്കാൻ ആഗ്രഹിച്ച പാസേപാർട്ടൗട്ട് അത്തരം പെരുമാറ്റത്തെക്കുറിച്ച് ഒരു ചെറിയ എതിർപ്പ് പ്രകടിപ്പിച്ചു.
അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടാതിരുന്നതിനാൽ അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. മിസ്റ്റർ ഫിലിയാസ് ഫോഗ് ഒരു വേലക്കാരനെ തേടുകയാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം തടസ്സമില്ലാത്ത ചിട്ടയുള്ളതാണെന്നും അദ്ദേഹം യാത്ര ചെയ്യുകയോ രാത്രി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യാറില്ല എന്നും കേട്ടപ്പോൾ താൻ അന്വേഷിക്കുന്ന സ്ഥലം ഇതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം സ്വയം ഹാജരാക്കി കണ്ടതുപോലെ അദ്ദേഹത്തെ സ്വീകരിച്ചു. 11:30 പാസേപാട്ടൌട്ട് സാവിൽ റോയിലെ വീട്ടിൽ തനച്ചായി. അദ്ദേഹം ഉടൻ തന്നെ വീട് പരിശോധിക്കാൻ തുടങ്ങി. നിലവറ മുതൽ മുകളിലത്തെ നിലവരെ അരിച്ചുപറക്കി. അത്രയും വൃത്തിയുള്ളതും ഭംഗിയായി ക്രമീകരിച്ചിട്ടുള്ളതും ഗംഭീരവുമായ ആ മാളകം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന് ഒരു ഒച്ചിന്റെ തോട് പോലെ തോന്നി. വാതകം കൊണ്ട് പ്രകാശവും ചൂടും ലഭിക്കുന്ന ഈ 2 ആവശ്യങ്ങൾക്കും അത് മതിയായിരുന്നു. പാസേപാട്ടൌട്ട് 2ാം നിലയിലെത്തിയപ്പോൾ തനിക്ക് താമസിക്കാനുള്ള മുറി അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. അതിൽ അദ്ദേഹം പൂർണ്ണമായും സംതൃപ്തനായിരുന്നു. ഇലക്ട്രിക് ബെല്ലുകളും സ്പീക്കിംഗ് ട്യൂബുകളും താഴത്തെ നിലകളുമായി ആശയവിനിമയം സാധ്യമാക്കി. അതേസമയം അടുപ്പിന്റെ മുകളിൽ ഒരു ഇലക്ട്രിക് ക്ലോക്ക് ഉണ്ടായിരുന്നു. മിസ്റ്റർ ഫോഗിന്റെ കിടപ്പുമുറിയിലെ ക്ലോക്ക് പോലെ തന്നെ. രണ്ടും ഒരേ നിമിഷം ഒരേ സെക്കൻഡ് അടിച്ചു. അത് കൊള്ളാം, ഇത് മതിയാകും, പാസേപാട്ടൌട്ട് തന്നോട് തന്നെ പറഞ്ഞു. ക്ലോക്കിന്റെ മുകളിൽ തൂങ്ങിയിരുന്ന ഒരു കാർഡ് അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ചു. പരിശോധിച്ചപ്പോൾ അത് വീടിന്റെ ദൈനംദിന കാര്യപരിപാടിയാണെന്ന് തെളിഞ്ഞു. രാവിലെ 8 മണിക്ക് ഫിലിയാസ് ഫോഗ് ഉണർന്ന് കൃത്യസമയത്ത് മുതൽ 11:30 അദ്ദേഹം റിഫോം ക്ലബിലേക്ക് പോകുന്നതുവരെ വേലച്ചാരം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു. സേവനത്തിന്റെ എല്ലാ വിശദാംശങ്ങളും. 8:23 ചായയും ടോസ്റ്റും, 9:37 ഷേവ് ചെയ്യാനുള്ള വെള്ളം, 10:20 മുൻപുള്ള ശുചിത്വം എല്ലാം 11 മുതൽ അർദ്ധരാത്രി വരെ, ആ ചിട്ടയുള്ള മാന്യൻ ഉറങ്ങാൻ പോകുന്ന സമയം വരെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചും മുൻകാണുകയും ചെയ്തിരുന്നു. മിസ്റ്റർ ഫോഗിന്റെ വസ്ത്രശേഖരം ധാരാളമായി നിറഞ്ഞിരുന്നു. ഏറ്റവും മികച്ച അഭിരുചിയോടായിരുന്നു. ഓരോ പാൻസിനും കോട്ടിനും വെസ്റ്റിനും ഒരു നമ്പർ ഉണ്ടായിരുന്നു. അവ ധരിക്കേണ്ട വർഷത്തിലെ സമയവും സീസണും അത് സൂചിപ്പിച്ചു. ഇതേ രീതി യജമാനന്റെ ഷൂസിനും ബാധിച്ചിരുന്നു. ചുരുക്കത്തിൽ സാവിൽ റോയിലെ ആ വീട് പ്രശസ്തനും എന്നാൽ ദൂർധനമായിരുന്ന ഷെറിഡന്റെ കീഴിൽ അരാജകത്വത്തിന്റെയും അസ്വസ്ഥതയുടെയും ഒരു ക്ഷേത്രമായിരുന്നിരിക്കണം. എന്നാൽ ഇപ്പോൾ അത് സൗകര്യവും ആശ്വാസവും ചിട്ടയും ആദർശീകരിച്ച ഒരിടമായിരുന്നു. അവിടെ പഠനമുറിയോ പുസ്തകങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് മിസ്റ്റർ ഫോഗിന് തീർത്തും ഉപയോഗശൂന്യമായിരുന്നു. കാരണം റിഫോം ക്ലബിൽ 2 ലൈബ്രറികൾ, ഒന്ന് പൊതുസാഹിത്യത്തിന്റെയും മറ്റൊന്ന് നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അദ്ദേഹത്തിന്റെ സേവനത്തിനായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമായിരുന്ന ഒരു സേഫ് ഉണ്ടായിരുന്നു. തീയെയും കള്ളന്മാരെയും ചുരുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ പാസേപാട്ടൌട്ടിന് ആയുധങ്ങളോ വേട്ടയാടുന്ന ഉപകരണങ്ങളോ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാം ഏറ്റവും ശാന്തവും സമാധാനപരവുമായ ശീലങ്ങളെ വെളിപ്പെടുത്തി. വീട് മുടിയായി പരിശോധിച്ച ശേഷം അദ്ദേഹം കൈകൾ തിരുമ്മി. ഒരു വലിയ ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് പരന്നു. അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. മിസ്റ്റർ ഫോഗും ഞാനും ഒരുമിച്ച് മുന്നോട്ട് പോകും. എന്തൊരു വീട്ടുകാരനും ചിട്ടയുള്ള മാന്യൻ, ഒരു യഥാർത്ഥ യന്ത്രം. ശരി, ഒരു യന്ത്രത്തെ സേവിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. അധ്യായം 3. ഫിലിയാസ് ഫോഗിന് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാവുന്ന ഒരു സംഭാഷണം നടക്കുന്ന അധ്യായം. ഫിലിയാസ് ഫോഗ് 11:30 വീടിന്റെ വാതിലടച്ച് 575 തവണ വലതുകാൽ ഇടതുകാലിനു മുന്നിലും 576 തവണ ഇടതുകാൽ വലതുകാലിനു മുന്നിലും വെച്ച് പാൽമാളിലെ ഗംഭീരമായ ഒരു കെട്ടിടമായ റിഫോം ക്ലബ്ബിലെത്തി. അതിന് 3 ദശലക്ഷത്തിൽ കുറയാത്ത വിലയുണ്ടായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഡൈനിംഗ് റൂമിലേക്ക് പോയി. അതിന്റെ 9 ജനലുകൾ മനോഹരമായൊരു പൂന്തോട്ടത്തിലേക്ക് തുറന്നിരുന്നു. അവിടെ മരങ്ങൾക്ക് ഇതിനകം ശരത്കാല നിറം വന്നിരുന്നു. അദ്ദേഹത്തിനായി മേശവിരി വിരിച്ച പതിവ് മേശയിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു സൈഡ് ഡിഷ്, റീഡിംഗ് സോസുള്ള ഒരു പൊരിച്ച മീൻ, കൂൺ ചേർത്ത റോസ്റ്റ് ബീഫിന്റെ ചുവന്ന കഷ്ണം, റുബാർബും ഗൂസ്ബെറിയും ചേർത്ത ടാർട്ട്, ഒരു കഷ്ണം ചെഷയർ ചീസ് എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഇതെല്ലാം റിഫോം ക്ലബിന്റെ പ്രശസ്തമായ പല കപ്പ് ചായയോടൊപ്പം കഴിച്ചു. അദ്ദേഹം 1:13 മുൻപ് എഴുന്നേറ്റ് ആഡംബരപൂർവ്വം ഫ്രെയിം ചെയ്ത ചിത്രങ്ങളാൽ അലങ്കരിച്ച വലിയ ഹാളിലേക്ക് നടന്നു. ഒരു വേലക്കാരൻ അദ്ദേഹത്തിന് മുറിക്കാത്ത ഒരു ടൈംസ് പത്രം നൽകി. ഈ സൂക്ഷ്മമായ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പരിചയം വെളിവാക്കുന്ന വൈദഗ്ധ്യത്തോടെ അദ്ദേഹം അത് മുറിച്ചു. ഈ പത്രം വായിക്കുന്നത് ഫിലിയാസ് ഫോഗിനെ 4:15 മുൻപ് വരെ മുഴുകിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത ജോലിയായ സ്റ്റാൻഡേർഡ് പത്രം അത്താഴ സമയം വരെ അദ്ദേഹത്തെ തിരക്കിലാക്കി. പ്രഭാതഭക്ഷണം പോലെ അത്താഴവും കഴിഞ്ഞു. മിസ്റ്റർ ഫോഗ് വീണ്ടും വായനമുറിയിൽ പ്രത്യക്ഷപ്പെട്ട് 6:20 മുൻപ് പാൽമാൾ വായിക്കാനിരുന്നു. അരമണിക്കൂറിന് ശേഷം റിഫോം ക്ലബ്ബിലെ പല അംഗങ്ങളും അകത്തേക്ക് വന്ന് അടുപ്പിനടുത്ത് നിന്നു. അവിടെ കൽക്കരിത്തി സ്ഥിരമായി കത്തിക്കൊണ്ടിരുന്നു. അവർ മിസ്റ്റർ ഫോഗിന്റെ വിസ്റ്റ് കളിക്കുന്ന പതിവ് പങ്കാളികളായിരുന്നു. ആൻഡ്രൂ സ്റ്റുവർട്ട്, ഒരു എഞ്ചിനീയർ, ജോൺ സള്ളിവനും സാമുവൽ ഫാലന്റിനും ബാങ്കർമാർ, തോമസ് ഫ്ലാനഗൻ, ഒരു ബ്രൂവർ, ഗോത്തിയർ റാൾഫ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ. ഇംഗ്ലീഷ് വ്യാപാരത്തിന്റെയും ധനകാര്യത്തിന്റെയും പ്രമുഖർ ഉൾപ്പെടുന്ന ഒരു ക്ലബ്ബിൽ പോലും ഇവരെല്ലാം ധനികരും വളരെ മാന്യരുമായ വ്യക്തികളായിരുന്നു. റാൽഫ്, തോമസ് ഫ്ലാനഗൻ പറഞ്ഞു, ആ മോഷണത്തെക്കുറിച്ച് എന്തായി? ഓ, സ്റ്റുവർട്ട് മറുപടി പറഞ്ഞു, ബാങ്കിനാ പണം നഷ്ടപ്പെടും. നേരെ മറിച്ച്, റാൽഫ് ഇടയിൽ കയറി പറഞ്ഞു, കള്ളനെ നമുക്ക് പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അമേരിക്കയിലെയും യൂറോപ്പിലെയും എല്ലാ പ്രധാന തുറമുഖങ്ങളിലേക്കും സമർത്ഥരായ ഡിറ്റക്റ്റീവുകളെ അയച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ മിടുക്കനായിരിക്കും. പക്ഷേ കള്ളന്റെ വിവരണം നിങ്ങൾക്ക് കിട്ടിയോ? സ്റ്റുവർട്ട് ചോദിച്ചു. ഒന്നാമതായി, അവനൊരു കള്ളനല്ല, റാൽഫ് ഉറപ്പിച്ചു പറഞ്ഞു. എന്ത്? 55,000 പൗണ്ടുമായി കടന്നുകളഞ്ഞ ഒരാൾ കള്ളനല്ലെന്നോ? അല്ല. ഒരു പക്ഷേ അവനൊരു നിർമ്മാതാവായിരിക്കും. ഡെയിലി ടെലഗ്രാഫ് പറയുന്നത് അവനൊരു മാന്യനാണെന്നാണ്. തന്റെ പത്രങ്ങൾക്ക് പിന്നിൽ നിന്ന് തല പുറത്തെടുത്ത ഫിലിയാസ് ഫോഗായിരുന്നു ഈ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം സുഹൃത്തുക്കളെ വണങ്ങി സംഭാഷണത്തിൽ പങ്കുചേർന്നു.
സംഭാഷണത്തിന്റെ വിഷയമായ നഗരത്തിൽ മുഴുവൻ സംസാര വിഷയമായ ഈ സംഭവം 3 ദിവസം മുൻപ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നടന്നതാണ്. 55,000 പൗണ്ട് വിലമതിക്കുന്ന ഒരു കെട്ടുനോട്ട് പ്രധാന കാഷ്യറുടെ മേശയിൽ നിന്ന് എടുത്തിരുന്നു. ആ ഉദ്യോഗസ്ഥൻ അപ്പോൾ 3 ഷില്ലിങ്ങും 6 പെൻസും ലഭിച്ചത് രേഖപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാൻ കഴിയില്ലായിരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പൊതുജനങ്ങളുടെ സത്യസന്ധതയിൽ സ്പർശിക്കുന്ന വിശ്വാസം അർപ്പിക്കുന്നു. അതിന്റെ ധികരം സംരക്ഷിക്കാൻ കാവൽക്കാരോ ഗ്രില്ലുകളോ ഇല്ല. സ്വർണം, വെള്ളി, നോട്ടുകൾ എന്നിവ ആദ്യമെത്തുന്നവരുടെ ദയയിൽ സ്വതന്ത്രമായി തുറന്നുകാട്ടപ്പെടുന്നു. ഇംഗ്ലീഷ് ആചാരങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ പറയുന്നത്, ഒരു ദിവസം ബാങ്കിന്റെ ഒരു മുറിയിലായിരിക്കുമ്പോൾ 7-8 പൗണ്ട് ഭാരമുള്ള ഒരു സ്വർണ്ണക്കട്ടി പരിശോധിക്കാൻ അദ്ദേഹത്തിന് കൗതുകം തോന്നിയെന്നാണ്. അദ്ദേഹം അതെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചു, തന്റെ അയൽക്കാരന് കൈമാറി. അയാൾ അടുത്തയാൾക്ക്. അങ്ങനെ ആ സ്വർണ്ണക്കട്ടി കൈമാറി ഒരു ഇരുണ്ട പ്രവേശന കവാടത്തിന്റെ അറ്റത്തെത്തി. അരമണിക്കൂറിന് ശേഷം അത് അതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയില്ല. അതിനിടയിൽ കാഷ്യർ തലയുയർത്തി നോക്കിയതുപോലുമില്ല. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. ഡ്രോയിംഗ് ഓഫീസിലെ വലിയ ക്ലോക്കിൽ 5 മണി മുഴങ്ങിയപ്പോൾ നോട്ടുകെട്ട് കണ്ടെത്താത്തതിനാൽ ആ തുക ലാഭനഷ്ട കണക്കിലേക്ക് മാറ്റി. മോഷണം കണ്ടെത്തിയ ഉടൻ തിരഞ്ഞെടുക്കപ്പെട്ട ഡിറ്റക്റ്റീവുകൾ ലിവർപൂൾ, ഗ്ലാസ്ഗോ, ഹാവ്രെ, സൂയസ്, ബ്രിൻഡിസി, ന്യൂയോർക്ക്, മറ്റു തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തിടുക്കത്തിൽ പോയി. 2000 പൗണ്ട് സമ്മാനവും തിരക ലഭിക്കുന്ന തുകയുടെ 5% വാഗ്ദാനം ചെയ്തത് അവരെ പ്രചോദിപ്പിച്ചു. റെയിൽ വഴി ലണ്ടനിലെത്തുന്നവരെയും പുറപ്പെടുന്നവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഡിറ്റക്റ്റീവുകൾക്ക് ചുമതല നൽകി. ഉടൻ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. ഡെയിലി ടെലഗ്രാഫ് പറഞ്ഞതുപോലെ കള്ളൻ ഒരു പ്രൊഫഷണൽ സംഘത്തിൽപ്പെട്ടവനല്ലെന്ന് അനുമാനിക്കാൻ യഥാർത്ഥ കാരണങ്ങളുണ്ടായിരുന്നു. മോഷണം നടന്ന ദിവസം നല്ല വസ്ത്രം ധരിച്ച, മാന്യമായ പെരുമാറ്റമുള്ള ധനികനായ ഒരാൾ കുറ്റം നടന്ന പേയിങ് റൂമിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നത് കണ്ടിരുന്നു. അയാളുടെ വിവരണം എളുപ്പത്തിൽ ശേഖരിച്ച് ഡിറ്റക്റ്റീവുകൾക്ക് അയച്ചു. റാൽഫ് ഉൾപ്പെടെയുള്ള ചില ശുഭാപ്തി വിശ്വാസികൾ അയാളെ പിടികൂടുന്നതിൽ നിരാശപ്പെട്ടില്ല. പത്രങ്ങളിലും ക്ലബ്ബുകളിലും ഈ വിഷയം നിറഞ്ഞുനിന്നു. എല്ലായിടത്തും ആളുകൾ വിജയകരമായ അന്വേഷണത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. റിഫോം ക്ലബ്ബ് പ്രത്യേകിച്ചും പ്രക്ഷുബ്ധമായിരുന്നു. കാരണം അതിന്റെ പല അംഗങ്ങളും ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു. ഡിറ്റക്റ്റീവുകളുടെ ജോലി വെറുതെ ആകാൻ സാധ്യതയില്ലെന്ന് റാൽഫ് സമ്മതിച്ചില്ല. കാരണം വാഗ്ദാനം ചെയ്ത സമ്മാനം അവരുടെ ഉത്സാഹത്തെയും പ്രവർത്തനത്തെയും വളരെയധികം ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ സ്റ്റുവർട്ട് ഈ ആത്മവിശ്വാസം പങ്കിടുന്നതിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർ വിസ്റ്റ് മേശയിലിരുന്നപ്പോഴും അവർ ഈ വിഷയം തർക്കിച്ചുകൊണ്ടിരുന്നു. സ്റ്റുവർട്ടും ഫ്ലാനഗനും ഒരുമിച്ച് കളിച്ചു. ഫിലിയാസ് ഫോഗിന്റെ പങ്കാളി ഫാലന്റിനായിരുന്നു. കളി മുന്നോട്ടു പോയപ്പോൾ സംഭാഷണം നിലച്ചു. റബ്ബറുകൾക്കിടയിലൊരുക്കെ അപ്പോൾ അത് വീണ്ടും സജീവമായി. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, സ്റ്റുവർട്ട് പറഞ്ഞു. കള്ളന്റെ ഭാഗത്താണ് സാധ്യതകൾ. അവനൊരു സമർത്ഥനായ ആളായിരിക്കും. ശരി, പക്ഷെ അവൻ എവിടേക്ക് രക്ഷപ്പെടാൻ കഴിയും? റാൽഫ് ചോദിച്ചു. അപ്പോൾ അവൻ എവിടേക്ക് പോകാൻ കഴിയും? ഓ, എനിക്കറിയില്ല. ലോകം വലുതാണ്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, ഫിലിയാസ് ഫോഗ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മുറിക്കൂ സർ. അദ്ദേഹം തോമസ് ഫ്ലാനഗന് കാർഡുകൾ നൽകിക്കൊണ്ട് കൂട്ടിച്ചേർത്തു. റബ്ബറിനിടയിൽ ചർച്ച നിലച്ചു. അതിനുശേഷം സ്റ്റുവർട്ട് അതിന്റെ തുടർച്ച ഏറ്റെടുത്തു. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകം ചുരന്നോ? തീർച്ചയായും, റാൽഫ് മറുപടി പറഞ്ഞു. ഞാൻ മിസ്റ്റർ ഫോഗിനോട് യോജിക്കുന്നു. 100 വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ലോകം ചുറ്റാൻ കഴിയുന്നതുകൊണ്ട് ലോകം ചുരന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കള്ളനെ കണ്ടെത്താനുള്ള അന്വേഷണം കൂടുതൽ വിജയകരമാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് കള്ളന് കൂടുതൽ എളുപ്പത്തിൽ രക്ഷപ്പെടാനും കഴിയും. കളിക്കാൻ ദയവായി തയ്യാറാകൂ മിസ്റ്റർ സ്റ്റുവർട്ട്, ഫിലിയാസ് ഫോഗ് പറഞ്ഞു. എന്നാൽ അവിശ്വസിച്ച സ്റ്റുവർട്ട് സമ്മതിച്ചില്ല. കൈ കഴിഞ്ഞപ്പോൾ ആകാംക്ഷയോടെ പറഞ്ഞു. ലോകം ചുരന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് വിചിത്രമായൊരു വഴിയുണ്ട് റാൽഫ്. അപ്പോൾ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലോകം ചുറ്റാൻ കഴിയുന്നതുകൊണ്ട് 80 ദിവസത്തിനുള്ളിൽ, ഫിലിയാസ് ഫോഗ് ഇടയിൽ കയറി പറഞ്ഞു. അത് സത്യമാണ് മാന്യരെ, ജോൺ സള്ളിവൻ കൂട്ടിച്ചേർത്തു. ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേയിലെ റോത്തലിനും അലഹബാദിനും ഇടയിലുള്ള ഭാഗം തുറന്നതുകൊണ്ട് ഇപ്പോൾ 80 ദിവസമേ ഉള്ളൂ. ഡെയിലി ടെലഗ്രാഫ് നൽകിയ കണക്കിതാണ്. ലണ്ടനിൽ നിന്ന് സൂയസിലേക്ക് മോൺസെനിസ് വഴിയും ബ്രിൻഡിസി വഴിയും റെയിൽ വഴിയും സ്റ്റീം ബോട്ടുകൾ വഴിയും 7 ദിവസം. സൂയസിൽ നിന്ന് ബോംബെയിലേക്ക് സ്റ്റീമർ വഴി 13 ദിവസം. ബോംബെയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് റെയിൽ വഴി 3 ദിവസം. കൊൽക്കത്തയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് സ്റ്റീമർ വഴി 13 ദിവസം. ഹോങ്കോങ്ങിൽ നിന്ന് യൊക്കോഹാമയിലേക്ക് ജപ്പാൻ സ്റ്റീമർ വഴി 6 ദിവസം. യൊക്കോഹാമയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് സ്റ്റീമർ വഴി 22 ദിവസം. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് റെയിൽ വഴി 7 ദിവസം. ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് സ്റ്റീമർ വഴിയും റെയിൽ വഴിയും 9 ദിവസം. ആകെ 80 ദിവസം. അതെ, 80 ദിവസത്തിനുള്ളിൽ. സ്റ്റുവർട്ട് ആവേശത്തിൽ തെറ്റായ ഡീൽ ചെയ്തുകൊണ്ട് ആക്രോശിച്ചു. പക്ഷേ അത് മോശം കാലാവസ്ഥ, പ്രതികൂല കാറ്റുകൾ, കപ്പൽ തകർച്ചകൾ, റെയിൽവേ അപകടങ്ങൾ തുടങ്ങിയവ കണക്കിലെടുക്കുന്നില്ല. എല്ലാം ഉൾപ്പെടുന്നു. ഫിലിയാസ് ഫോഗ് തർക്കത്തിനിടയിലും കളി തുടർന്നുകൊണ്ട് മറുപടി പറഞ്ഞു. എന്നാൽ ഹിന്ദുക്കളോ ഇന്ത്യക്കാരോ റെയിലുകൾ പിഴുതരുകയാണെങ്കിലോ? സ്റ്റുവർട്ട് മറുപടി പറഞ്ഞു. അവർ ട്രെയിനുകൾ നിർത്തുകയും ലഗേജ് വാനുകൾ കൊള്ളയടിക്കുകയും യാത്രക്കാരെ തലയൊട്ടി ഒരുക്കുകയും ചെയ്യുകയാണെങ്കിലോ? എല്ലാം ഉൾപ്പെടുന്നു. ഫോഗ് ശാന്തമായി മറുപടി പറഞ്ഞു. കാർഡുകൾ താഴെയിട്ടുകൊണ്ട് കൂട്ടിച്ചേർത്തു. 2 ട്രംപുകൾ. ഡീൽ ചെയ്യേണ്ട ഊഴം സ്റ്റുവർട്ടിൻ്റെതായിരുന്നു. അദ്ദേഹം കാർഡുകൾ വാരിയെടുത്ത് തുടർന്നു. താങ്കൾ സൈദ്ധാന്തികമായി ശരിയാണ് മിസ്റ്റർ ഫോഗ്. പക്ഷേ പ്രായോഗികമായും മിസ്റ്റർ സ്റ്റുവർട്ട്, താങ്കൾ അത് 80 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നത് എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ ആശ്രയിക്കുന്നു. നമുക്ക് പോകണോ? ദൈവം എന്നെ രക്ഷിക്കട്ടെ. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു യാത്ര അസാധ്യമാണെന്ന് ഞാൻ 4000 പൗണ്ടിന് പന്തയം വയ്ക്കാം. നേരെ മറിച്ച് തികച്ചും സാധ്യം, മിസ്റ്റർ ഫോഗ് മറുപടി പറഞ്ഞു. എങ്കിൽ അത് ചെയ്യൂ. 80 ദിവസത്തിനുള്ളിൽ ലോകം ചുറ്റിയുള്ള യാത്രയോ?
അതെ, എനിക്കതിലും നല്ലതൊന്നും വേണ്ട. എപ്പോൾ? ഉടൻ തന്നെ. പക്ഷെ ഞാൻ നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നു, ഞാനത് നിങ്ങളുടെ ചിലവിൽ ചെയ്യും. ഇത് അസംബന്ധമാണ്, സ്റ്റുവർട്ട് വിളിച്ചു പറഞ്ഞു. അയാളുടെ സുഹൃത്തിന്റെ പിടിവാശിയിൽ അയാൾക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. വരൂ, നമുക്ക് കളി തുടരാം. എങ്കിൽ വീണ്ടും ഡീൽ ചെയ്യൂ, ഫിലിയാസ് ഫോഗ് പറഞ്ഞു. സ്റ്റുവർട്ട് വിറയലോടെ കാർഡുകൾ എടുത്തു. എന്നിട്ട് പെട്ടെന്ന് അവ വീണ്ടും താഴെയിട്ടു. ശരി മിസ്റ്റർ ഫോഗ്, അങ്ങനെയാകട്ടെ. ഞാൻ 4000 അതിന് പന്തയം വെക്കാം. ശാന്തനാക്കും എന്റെ പ്രിയ സ്റ്റുവർട്ട്, ഫാലന്റിൻ പറഞ്ഞു. ഞാൻ പന്തയം വെക്കാമെന്ന് പറയുമ്പോൾ സ്റ്റുവർട്ട് മറുപടി പറഞ്ഞു, ഞാനത് കാര്യമായിട്ടാണ് പറയുന്നത്. ശരി മിസ്റ്റർ ഫോഗ് പറഞ്ഞു. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു. ബെയറിംഗ്സിൽ എനിക്ക് 20,000 നിക്ഷേപമുണ്ട്. അത് ഞാൻ സന്തോഷത്തോടെ ഇതിനായി പന്തയം വെക്കാൻ തയ്യാറാണ്. 20,000 പൗണ്ടോ? സല്ലിവൻ വിളിച്ചു പറഞ്ഞു. ഒറ്റ ആകസ്മികമായ കാലാതാമസം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന 20,000 പൗണ്ട്. പ്രതീക്ഷിക്കാത്തതൊന്നുമില്ല, ഫിലിയാസ് ഫോഗ് ശാന്തമായ മറുപടി പറഞ്ഞു. പക്ഷേ മിസ്റ്റർ ഫോഗ്, 80 ദിവസം എന്നത് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ സമയത്തിന്റെ ഒരു കണക്ക് മാത്രമാണ്. നന്നായി ഉപയോഗിച്ച ഒരു മിനിമം എല്ലാത്തിനും മതിയാകും. പക്ഷേ അത് കവിയാതിരിക്കാൻ നിങ്ങൾ ട്രെയിനുകളിൽ നിന്ന് സ്റ്റീമറുകളിലേക്കും സ്റ്റീമറുകളിൽ നിന്ന് വീണ്ടും ട്രെയിനുകളിലേക്കും ഗണിതശാസ്ത്രപരമായി ചാടണം. ഞാൻ ചാടും, ഗണിതശാസ്ത്രപരമായി. നിങ്ങൾ തമാശ പറയുകയാണ്. ഒരു പന്തയം പോലെ ഗംഭീരമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഇംഗ്ലീഷുകാരൻ തമാശ പറയില്ല, ഫിലിയാസ് ഫോഗ് ഗൗരവമായി മറുപടി പറഞ്ഞു. ഞാൻ 80 ദിവസത്തിനുള്ളിലോ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിലോ ലോകം ചുറ്റി സഞ്ചരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആരുമായും 20,000 പൗണ്ടിന് പന്തയം വെക്കാം. 1920 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ 1,15,200 മണിക്കൂറിനുള്ളിൽ. നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്റ്റുവർട്ട്, ഫാലന്റിൻ, സള്ളിവൻ, ഫ്ലാനഗൻ, റാൽഫ് എന്നിവർ പരസ്പരം ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞു. നല്ലത്, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. ഡോവറിലേക്കുള്ള ട്രെയിൻ 9:15 മിനിറ്റ് മുൻപ് പുറപ്പെടും. ഞാനത് പിടിക്കും. ഇന്ന് വൈകുന്നേരം തന്നെയോ? സ്റ്റുവർട്ട് ചോദിച്ചു. ഇന്ന് വൈകുന്നേരം തന്നെ, ഫിലിയാസ് ഫോഗ് മറുപടി പറഞ്ഞു. അദ്ദേഹം ഒരു പോക്കറ്റ് അൽമാനാക്കി എടുത്തു നോക്കി. എന്നിട്ട് കൂട്ടിച്ചേർത്തു, ഇന്ന് ബുധനാഴ്ച ഒക്ടോബർ 2 ആയതുകൊണ്ട് ഞാൻ ഡിസംബർ 21 ശനിയാഴ്ച രാത്രി 9:15 മിനിറ്റ് മുൻപ് റിഫോം ക്ലബ്ബിലെ ഈ മുറിയിൽ ലണ്ടനിൽ തിരിച്ചെത്തും. അല്ലെങ്കിൽ ബെയറിംഗ്സിൽ എന്റെ പേരിൽ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന 20,000 പൗണ്ട് മാന്യരെ യഥാർത്ഥത്തിൽ നിയമപരമായി നിങ്ങൾക്ക് സ്വന്തമാകും. ഇതാ ആ തുകയ്ക്കുള്ള ചെക്ക്. പന്തയത്തിന്റെ മെമ്മോറാണ്ടം ഉടൻ തന്നെ തയ്യാറാക്കുകയും 6 കക്ഷികളും ഒപ്പിടുകയും ചെയ്തു. ഈ സമയം അത്രയും ഫിലിയാസ് ഫോഗ് ഒരു സ്റ്റോയിക്കായ ശാന്തത നിലനിർത്തി. അദ്ദേഹം തീർച്ചയായും ജയിക്കാൻ വേണ്ടി പന്തയം വെച്ചതല്ല. തന്റെ സമ്പത്തിന്റെ പകുതിയായ 20,000 പൗണ്ട് പന്തയം വെച്ചത് ഈ പ്രയാസകരമായ, നേടാനാവാത്ത എന്ന് പറയാൻ കഴിയാത്ത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മറ്റേ പകുതി ചിലവഴിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അസ്വസ്ഥരായിരുന്നു. അവരുടെ പന്തയത്തിന്റെ മൂല്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവരുടെ സുഹൃത്തിന് ഇത്രയും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പന്തയം വെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു. ക്ലോക്കിൽ 7 മണി അടിച്ചു. മിസ്റ്റർ ഫോഗിന് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി കളി നിർത്തിവെക്കാമെന്ന് സംഘം വാഗ്ദാനം ചെയ്തു. ഞാൻ ഇപ്പോൾ പൂർണ്ണമായി തയ്യാറാണ്, അദ്ദേഹത്തിന്റെ ശാന്തമായ മറുപടിയായിരുന്നു. ഡയമണ്ട്സ് ആണ് ട്രംപുകൾ, ദയവായി കളിക്കൂ മാന്യര്. അധ്യായം 4. ഫിലിയാസ് ഫോഗ് തന്റെ വേലക്കാരനായ പാസ്പാർട്ടുവിനെ അത്ഭുതപ്പെടുത്തുന്നു. വിസ്റ്റിൽ 20 ഗിനീസ് നേടി കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് ഫിലിയാസ് ഫോഗ് 7 മണി കഴിഞ്ഞ് 25 മിനിറ്റിന് റിഫോം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി. തന്റെ ജോലികളുടെ പട്ടിക ശ്രദ്ധാപൂർവം പഠിച്ചിരുന്ന പാസ്പാർട്ടുവിന് തന്റെ യജമാനൻ ഈ പതിവില്ലാത്ത സമയത്ത് പ്രത്യക്ഷപ്പെട്ടത് കണ്ട് അതിശയം തോന്നി. കാരണം നിയമമനുസരിച്ച് അർദ്ധരാത്രി വരെ സാവില്ലെ റോയിൽ എത്തേണ്ട ആവശ്യമില്ലായിരുന്നു. മിസ്റ്റർ ഫോഗ് തന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. എന്നിട്ട് വിളിച്ചു, പാസ്പാർട്ടു. പാസ്പാർട്ടു മറുപടി പറഞ്ഞില്ല. തന്നെ ആയിരിക്കില്ല വിളിച്ചത്, ഇത് ശരിയായ സമയമായിരുന്നില്ല. പാസ്പാർട്ടു, മിസ്റ്റർ ഫോഗ് ശബ്ദമുയർത്താതെ ആവർത്തിച്ചു. പാസ്പാർട്ടു പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്നെ 2 തവണ വിളിച്ചു, യജമാനൻ പറഞ്ഞു. പക്ഷേ ഇത് അർദ്ധരാത്രി ആയിട്ടില്ല, മറ്റേയാൾ മറുപടി പറഞ്ഞു, തന്റെ വാച്ച് കാണിച്ചുകൊണ്ട്. എനിക്കറിയാം, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡോവറിലേക്കും കാലായിസിലേക്കും പുറപ്പെടും. പാസ്പാർട്ടുവിന്റെ ഉരുണ്ട മുഖത്ത് ഒരാശയക്കുഴപ്പമുള്ള ചിരി പരന്നു. തന്റെ യജമാനനെ അവൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് വ്യക്തം. മോൺസിയർ വീട് വിട്ടുപോകുകയാണോ? അതെ, ഫിലിയാസ് ഫോഗ് മറുപടി പറഞ്ഞു. നമ്മൾ ലോകം ചുറ്റാൻ പോകുകയാണ്. പാസ്പാർട്ടു കണ്ണുകൾ വലുതാക്കി തുറന്നു, പുരികങ്ങൾ ഉയർത്തി, കൈകൾ ഉയർത്തി. അമ്പരപ്പിക്കുന്ന അത്ഭുതത്താൽ അവൻ തളർന്നു വീഴാൻ പോകുന്നതുപോലെ തോന്നി. ലോകം ചുറ്റാനോ? അവൻ പിറുപിറുത്തു. 80 ദിവസത്തിനുള്ളിൽ, മിസ്റ്റർ ഫോഗ് മറുപടി പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പോലും കളയാനില്ല. പക്ഷേ പെട്ടികൾ? പാസ്പാർട്ടു കിതച്ചുകൊണ്ട് ചോദിച്ചു, അറിയാതെ തല ഇടത്തുനിന്ന് വലത്തോട്ട് ആട്ടിക്കൊണ്ട്. നമുക്ക് പെട്ടികൾ വേണ്ട. എനിക്ക് 2 ഷർട്ടും 3 ജോഡി സോക്സും വെക്കാൻ ഒരു കാർപ്പറ്റ് ബാഗ് മാത്രം. നിനക്കും അതുപോലെ. വഴിയിൽ വെച്ച് നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങും. എന്റെ മാക്കിൻഡോഷും യാത്രാക്കുപ്പായവും കുറച്ചുറപ്പുള്ള ഷൂസും താഴെ കൊണ്ടുവരൂ. നമ്മൾ അധികം നടക്കില്ലെങ്കിലും. വേഗം. പാസ്പാർട്ടു മറുപടി പറയാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവൻ പുറത്തിറങ്ങി തന്റെ മുറിയിലേക്ക് കയറി ഒരു കസേരയിൽ വീണു. എന്നിട്ട് പിറുപിറുത്തു. ഇത് കൊള്ളാം. ഇത് എനിക്ക് സമാധാനമായിരിക്കാനായിരുന്നു ആഗ്രഹം. അവൻ യാന്ത്രികമായി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 80 ദിവസത്തിനുള്ളിൽ ലോകം ചുറ്റാനോ? തന്റെ യജമാനൻ ഒരു മണ്ടനാണോ? അല്ല. അപ്പോൾ ഇത് തമാശയാണോ? അവർ ഡോവറിലേക്ക് പോകുന്നു. നല്ലത്. കാലായിസിലേക്ക്. അതും നല്ലത്. എന്തായാലും 5 വർഷമായി ഫ്രാൻസിൽ നിന്ന് വിട്ടുനിന്ന പാസ്പാർട്ടുവിന് തന്റെ സ്വന്തം മണ്ണിൽ വീണ്ടും കാലുകുത്തുന്നതിൽ വിഷമം തോന്നില്ല. ഒരുപക്ഷെ അവർ പാരീസ് വരെ പോയേക്കാം. പാരീസ് ഒരിക്കൽ കൂടി കാണുന്നത് അവന്റെ കണ്ണിന് സന്തോഷം നൽകും. പക്ഷേ തന്റെ ഓരോ ചുവടുകളെയും കുറിച്ച് ഇത്രയധികം ശ്രദ്ധിക്കുന്ന ഒരു മാന്യൻ അവിടെ നിർത്തും.
സംശയമില്ല. പക്ഷേ അതുവരെ വീട്ടുകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഈ വ്യക്തി യാത്ര പോകുന്നു എന്നത് സത്യമായിരുന്നു. 8 മണിയോടെ പാസ്പാർട്ടു തന്റെയും യജമാനന്റെയും വസ്ത്രങ്ങളടങ്ങിയ ചെറിയ കാർപ്പറ്റ് ബാഗ് പാക്ക് ചെയ്തു. എന്നിട്ട് മനസ്സിൽ ഇപ്പോഴും അസ്വസ്ഥനായി അവൻ തന്റെ മുറിയുടെ വാതിൽ ശ്രദ്ധാപൂർവ്വം അടച്ച് മിസ്റ്റർ ഫോഗിന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. മിസ്റ്റർ ഫോഗ് പൂർണ്ണമായും തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ ബ്രാഡ്ഷായുടെ കോണ്ടിനെന്റൽ റെയിൽവേ സ്റ്റീം ട്രാൻസിറ്റ് ആൻഡ് ജനറൽ ഗൈഡിന്റെ ചുവന്ന പുറംചട്ടയുള്ള ഒരു കോപ്പി കാണാമായിരുന്നു. അതിൽ സ്റ്റീമറുകളുടെയും റെയിൽവേകളുടെയും സമയപ്പട്ടികയും വരവും പോക്കും രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം കാർപ്പറ്റ് ബാഗ് എടുത്ത് തുറന്നു. അതിലേക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നോട്ടുകളുടെ ഒരു വലിയ കെട്ട് തിരുകി. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഉപയോഗിക്കാനാകും. "നീ ഒന്നും മറന്നിട്ടില്ലല്ലോ?" അദ്ദേഹം ചോദിച്ചു. "ഒന്നുമില്ല മോൺസിയർ. എന്റെ മാക്കിൻഡോഷും കുപ്പായവും ഇതാവാ." "നല്ലത്. ഈ കാർപ്പറ്റ് ബാഗ് എടുക്കൂ." പാസ്പാർട്ടോന് അത് നൽകിക്കൊണ്ട്. "ഇത് നന്നായി ശ്രദ്ധിക്കണം, കാരണം ഇതിൽ 20,000 പൗണ്ടുണ്ട്." പാസ്പാർട്ടു ബാഗ് താഴെയിടാൻ പോയിരുന്നു. 20,000 പൗണ്ട് സ്വർണമായിരുന്നെങ്കിൽ അവനെ ഭാരം കൊണ്ട് തളർത്തുന്നതുപോലെ. യജമാനനും വേലക്കാരനും താഴെയിറങ്ങി. തെരുവുവാതിൽ ഇരട്ട താഴിട്ട് പൂട്ടി. സാവില്യ റോയുടെ അറ്റത്ത് അവരൊരു ടാക്സി പിടിച്ച് ചാരിങ് ക്രോസിലേക്ക് അതിവേഗം പാഞ്ഞു. 8 മണി കഴിഞ്ഞ് 20 മിനിറ്റിന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ടാക്സി നിന്നു. പാസ്പാർട്ടു ടാക്സിയുടെ മുൻ സീറ്റിൽ നിന്ന് ചാടിയിറങ്ങി തന്റെ യജമാനനെ പിന്തുടർന്നു. ടാക്സി ഡ്രൈവറിന് പണം നൽകിയ ശേഷം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട യാചക സ്ത്രീ കൈകളിൽ ഒരു കുട്ടിയുമായി ചെളിപുരണ്ട നടപാദങ്ങളോടെ, കീറിയ ഒരു തൂവൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മോശം തൊപ്പിയണിഞ്ഞ തലയുമായി, കീറിയ ഒരു ഷോൾ കൊണ്ട് തോളുകൾ മറച്ച് അടുത്തേക്ക് വന്ന് ദുഃഖത്തോടെ ഭിക്ഷയാചിച്ചു. മിസ്റ്റർ ഫോഗ് വിസ്റ്റിൽ താൻ ഇപ്പോൾ നേടിയ 20 ഗിനീസ് പാത്തെടുത്തു. എന്നിട്ട് യാചകയ്ക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, "ഇതാ എന്റെ നല്ല സ്ത്രീ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്." എന്നിട്ട് മുന്നോട്ടു പോയി. പാസ്പാർട്ടുവിന്റെ കണ്ണുകളിൽ നനവു തോന്നി. തന്റെ യജമാനന്റെ പ്രവൃത്തി അവന്റെ കോമള ഹൃദയത്തെ സ്പർശിച്ചു. പാരീസിലേക്കുള്ള 2 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ വേഗം വാങ്ങിയ ശേഷം മിസ്റ്റർ ഫോഗ് സ്റ്റേഷനിലൂടെ ട്രെയിനിലേക്ക് കടന്നുപോകുമ്പോൾ റിഫോം ക്ലബ്ബിലെ തന്റെ 5 കൂട്ടുകാരെ കണ്ടു. "എന്തായാലും മാന്യന്മാരെ, ഞാൻ പോകുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചെത്തുമ്പോൾ എന്റെ പാസ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ സമ്മതിച്ച യാത്ര ഞാൻ പൂർത്തിയാക്കിയോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും." "ഓ, അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ ഫോഗ്," റാൽഫ് മര്യാദയോടെ പറഞ്ഞു. "ഒരു മാന്യൻ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളുടെ വാക്കിനെ വിശ്വസിക്കും." "നിങ്ങൾ എപ്പോഴാണ് ലണ്ടനിൽ തിരിച്ചെത്തേണ്ടതെന്ന് മറക്കില്ലല്ലോ?" സ്റ്റുവർട്ട് ചോദിച്ചു. 80 ദിവസത്തിനുള്ളിൽ. 1972 ഡിസംബർ 21 ശനിയാഴ്ച രാത്രി 9 മണിക്ക് 15 മിനിറ്റ് മുൻപ്. യാത്രയായപ്പോൾ മാന്യന്മാരെ. ഫിലിയാസ് ഫോഗും തന്റെ വേലക്കാരനും 9 മണിക്ക് 20 മിനിറ്റ് മുൻപ് ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഇരുന്നു. 5 മിനിറ്റിന് ശേഷം വിസിൽ മുഴങ്ങി ട്രെയിൻ സാവധാനം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. രാത്രി ഇരുണ്ടതായിരുന്നു. നേരിയതും തുടർച്ചയായ മഴയും പെയ്തുകൊണ്ടിരുന്നു. ഫിലിയാസ് ഫോഗ് തന്റെ മൂലയിൽ സുഖമായിരുന്നു. ഒന്നും മിണ്ടിയില്ല. തന്റെ അമ്പരപ്പിൽ നിന്ന് ഇതുവരെ മോചിതനാകാത്ത പാസ്പാർട്ടു ആ വലിയ നിധിയുള്ള കാർപ്പറ്റ് ബാഗിൽ യാന്ത്രികമായി മുറുകെ പിടിച്ചു. ട്രെയിൻ സിഡൻഹാമിലോടെ കുതിച്ചു പോകുമ്പോൾ പാസ്പാർട്ടു പെട്ടെന്ന് നിരാശയോടെ നിലവിളിച്ചു. "എന്താ കാര്യം?" മിസ്റ്റർ ഫോഗ് ചോദിച്ചു. "അയ്യോ, എന്റെ തിടുക്കത്തിൽ ഞാൻ മറന്നുപോയി." "എന്ത്?" "എന്റെ മുറിയിലെ ഗ്യാസ് ഓഫ് ചെയ്യാൻ." "വളരെ നല്ലത് ചെറുപ്പക്കാരാ," മിസ്റ്റർ ഫോഗ് ശാന്തമായി മറുപടി പറഞ്ഞു. "അത് കത്തിക്കൊണ്ടിരിക്കും നിന്റെ ചിലവിൽ." അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി. അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.